ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഈ ദൃശ്യമാധ്യമങ്ങളിൽ വലിയ സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ പുരുഷന്മാരെ സ്ത്രീകൾക്ക് എന്ന് പറയുന്നത് VS ഒരിക്കലും പാർട്ടി വിടുകയില്ലായിരുന്നു, പാർട്ടിക്കകത്ത് നിന്നുകൊണ്ടുള്ള സമരത്തിന് മാത്രമാണ് VS ശ്രദ്ധിച്ചിരുന്നത്. VSനെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പലരും ശ്രമിച്ചെങ്കിലും VS അതിന് തയ്യാറാവുകയില്ലായിരുന്നു. അതിന് VS പാർട്ടിയിൽ തന്നെ നിന്ന് പോകണം എന്ന് പറഞ്ഞ് VSനെ പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു എന്ന് പറഞ്ഞ് ചില പുരുഷ കേസരികളും ചില വനിതാ വലിയ മാധ്യമപ്രവർത്തകരാണെന്ന് സ്വയം തോന്നുന്ന ചില വനിതാ മാധ്യമപ്രവർത്തകരൊക്കെ വെട്ടിവിളമ്പുന്നത് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കണ്ട് ഞങ്ങൾക്ക് ചിരിയാണ് അതിലുണ്ടാവുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയാം, VS ഒരു ഘട്ടത്തിൽ പാർട്ടി വിടുന്നതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ആലോചിച്ചിരുന്നു. അതിലെനിക്ക് പറയാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, ഒന്ന് രണ്ട് പേരെടുത്തെങ്കിലും അതിൽ VS ആ കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. അതിലൊരാൾ ഞാനായിരുന്നു, വേറൊരാൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള G ശക്തിധരനായിരുന്നു. പാർട്ടി വിടുന്നതിനെക്കുറിച്ച് ഗൗരവമായി VS ഒരു ഘട്ടത്തിൽ ആലോചിച്ചിരുന്നു. അതിൻ്റെ ഒന്നാം ഘട്ടം എന്നുള്ള നിലയിലാണ് ജനശക്തി എന്ന് പറഞ്ഞ വാരിക തുടങ്ങാൻ തീരുമാനമാകുന്നത്. VS അതിന് തയ്യാറാവാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വലിയ പുരുഷ കേസരികളായിട്ടുള്ള പുരുഷ മാധ്യമ പ്രവർത്തകരും ഈ വനിതാ മാധ്യമ പ്രവർത്തകരൊന്നും പറയുന്നത് പോലെയല്ല. അവർക്ക് അതിനെക്കുറിച്ചിട്ട് ഈ പിണറായി പറഞ്ഞതുപോലെ, പിണറായി വിജയൻ പോലെ ഒരു ചുക്കും അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. യഥാർത്ഥത്തിൽ VS ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോരാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒന്ന് VSന്റെ പ്രായമാണ് VSനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം. രണ്ട്, VSന്റെ കുടുംബത്തിൽ നിന്ന് ചില കോണുകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ചില നീക്കങ്ങളും ഉണ്ടായിരുന്നു. എന്നോട് ഉമേഷ് ബാബു ഏറ്റവും അവസാനവും എന്നോട് പറഞ്ഞത്, VS പാർട്ടി വിട്ട് പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ കണ്ണൂർ ജില്ലയിൽ പോലും ആ പാർട്ടി ആകുമായിരുന്നു പ്രധാനപ്പെട്ട പാർട്ടി. ഏത്? കണ്ണൂർ ജില്ലയിൽ പോലും. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ജില്ലകളുടെ കാര്യങ്ങൾ ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. VS പാർട്ടി വിടുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു. VSന്റെ ആരോഗ്യവും VSന്റെ പ്രായവുമൊക്കെയാണ് VSനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. അല്ലാതെ ഇപ്പോഴത്തെ നറേറ്റീവ്സിൽ ഉണ്ടാകുന്ന നിലയിൽ VS പാർട്ടിക്കാരനായിരുന്നു, പാർട്ടിക്കകത്തു ഒന്നുമല്ല. അത് പൂർണ്ണമായും തെറ്റാണ് എന്നത് എനിക്ക് വ്യക്തം. എന്തെന്നും അത് ഈ പറയുന്നല്ലോ, ഈ കേസലാകെ കുഴഞ്ഞു പറയുന്ന പോലെ ഉണ്ടല്ലോ. VS യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന 5 വർഷക്കാലം VS ഒരു തടവുകാരനായിരുന്നു. VS ഒപ്പിടേണ്ട ഫയലുകളിൽ ഒരു ഇൻഡു മാർക്ക് ഇട്ടിട്ട് പിണറായി വിജയൻ AKG സെന്ററിൽ നിന്ന് കൊടുത്തു വിടുമായിരുന്നു. അത് ഒപ്പിടുക എന്നുള്ളതായിരുന്നു VSന്റെ ജോലി. സത്യമാണോ ഈ പറയുന്നത്? അതിനുശേഷം പ്രധാനമായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനുശേഷം ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി വന്നു. ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേരാണ് KN ബാലഗോപാൽ. ആ ബാലഗോപാൽ ഇപ്പോൾ VSന്റെ ഈ ഭൗതിക ശരീരവും വഹിച്ചിട്ടുള്ള ഈ അന്ത്യയാത്രയിൽ ആ വാഹനത്തിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, KN ബാലഗോപാലായിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റുകാരൻ. അതായത് നിർണായകമായിട്ടുള്ള ഫയലുകൾ മുഴുവൻ പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ നിർണായകമായിട്ടുള്ള ഫയലുകൾ VSന്റെ ഓഫീസിൽ വരുമ്പോൾ ആ ഫയലുകൾ എടുത്ത് അത് ഫോട്ടോ കോപ്പി എടുത്ത് AKG സെന്ററിൽ കൊണ്ടുപോയി പിണറായി വിജയനെ കാണിച്ച് അതിലെന്ത് തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുവരുന്ന ആ VSനെ ഒറ്റുന്ന ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് KN ബാലഗോപാൽ. എന്റെ പൊന്നു നായിട്ട് അവരെ കരയിക്കണം.